അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും വലിയ സഹചാരിയായിരുന്ന ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഉമയ്യത്തിന്റെ കയ്യിൽ നിന്ന് നൂറുകണക്കിന് ദീനാറുകൾ കൊടുത്ത് മോചിപ്പിക്കുന്നത്. അദ്ദേഹം ജീവൻ അവസാനിക്കാറായി എന്ന ഘട്ടത്തിലാണ് ഉമയ്യത്ത് പറഞ്ഞു, അബൂബക്കറെ, നീ പണം മാത്രം തന്നാൽ പോരാ, നിന്റെ അടുക്കൽ ഉണ്ടല്ലോ സുന്ദരനായ ഒരടിമ, ആ അടിമയെയും അടിമയുടെ ഭാര്യയെയും മകനെയും എനിക്ക് നീ നൽകണം, എന്നാലേ ബിലാലിനെ ഞാൻ നൽകുകയുള്ളൂ. സിദ്ദീഖ് തങ്ങൾ സമ്മതിച്ചു. കാരണം അങ്ങനെയുള്ള മനുഷ്യനാണല്ലോ, സ്വർഗത്തിന്റെ 8 കവാടങ്ങളും മാടി വിളിക്കുന്നയാളാണല്ലോ അബൂബക്കർ റളിയല്ലാഹു അൻഹു. അങ്ങനെ സമ്മതിച്ചിട്ട് ബിലാലിനെ വാങ്ങുകയാണ്. ആളുകൾ പറഞ്ഞു, അബൂബക്കറും അപ്രകാരം ബിലാലും തമ്മിൽ എന്തോ അഡ്ജസ്റ്റ്മെന്റ് ആണ്, അവർ തമ്മിൽ എന്തോ ബന്ധമുണ്ട്, എന്തോ രഹസ്യം അബൂബക്കറിന്റേതായി ബിലാലിന്റെ അടുക്കലുണ്ട്. അല്ലാതെ ഇത്രയും വലിയ ഒരു ത്യാഗത്തിന് ഒരിക്കലും ബിലാലിന് വേണ്ടി അബൂബക്കർ തയ്യാറാവില്ല. അല്ലാഹ് അതിനെ കുറിച്ച് പറഞ്ഞതാണ്, من أعطى واتقى وصدق بالحسنى فأما من أعطى ഇയാൾ ഇവിടെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാ നൽകുന്നത്? വത്തഖാ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നൽകുകയാണ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നൽകുകയാണ്, തഖ്വയോടുകൂടെ നൽകുകയാണ്. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും എന്ന ആയത്ത് കൂടെ ചേർത്തിയിട്ടാണ് പണ്ഡിതന്മാര് പറയുന്നത്, പ്രവാചകന്മാര് കഴിഞ്ഞാൽ മറ്റുള്ള മനുഷ്യരിൽ നിന്ന് അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്തയാൾ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്. ഓ, എന്തൊരു നിശബ്ദത! എല്ലാവരും ഒന്ന് പറയൂ, സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉറക്കെ തന്നെ പറഞ്ഞോളൂ. അവരൊക്കെയാണല്ലോ ഈ ശാന്തിയുടെ മന്ത്രത്തെ നമുക്ക് എത്തിച്ചത്. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വഅമ്മാ മൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ. ഇവർ കൊടുക്കാൻ കാരണം പ്രത്യേക അജണ്ടയൊന്നും അവർക്കിടയിലില്ല. അവരുടെ ഇടയിൽ ഒരു ബന്ധമുണ്ട്, അത് ബിൽ ഹുസ്നാ, ഏറ്റവും നല്ല വാക്യം, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിനെ അവർ സത്യമാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഫസനുയസ്സിറുഹു ലിൽ യുസ്രാ, അവർക്ക് നാം സ്വർഗത്തിലേക്കുള്ള വഴിയെ എളുപ്പമാക്കി കൊടുക്കും. അല്ലാഹു തആല പറയുകയാണ്. ഇത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഒടുവിൽ നമ്മൾ മോഹിക്കേണ്ടത് അത് പറഞ്ഞ് ഈ ലോകത്തോട് വിട പറയാനാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. നന്നായിട്ട് പറയൂ, അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. റമളാനിൽ നിരന്തരം നമ്മൾ പറയുന്നുണ്ടല്ലോ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇതെവിടെ പറഞ്ഞു അവർക്കൊക്കെ രക്ഷയാണ്. മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ടു. ബഹുമാനപ്പെട്ട സയ്യിദുനാ യൂനുസ് നബി അലൈഹിസ്സലാം ഖുർആൻ പറയുന്നുണ്ട്, വിളിച്ചു റബ്ബനാ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീയല്ലാതെ ഒരു ഇലാഹ് വേറല്ല റബ്ബേ. അതെങ്ങാനും പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ അന്ത്യദിനം വരെ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ തന്നെയാകുമായിരുന്നുവെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ് പറഞ്ഞു മരിക്കാൻ അവസാന നിമിഷം നമുക്ക് സാധ്യമാകണം. റസൂലുള്ളാഹി ഓർമ്മപ്പെടുത്തിയില്ലേ, ഇന്നി ലഅലമു കലിമതൻ ലാ യഖൂലുഹാ അബ്ദുൻ ഹഖ്ഖൻ മിൻ ഖൽബിഹി ഫയമൂതു അലാ ദാലിക. മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട്, ആ ഉറപ്പിക്കലാണ് നമുക്ക് അനിവാര്യമായിട്ടുള്ളത്. ഉറപ്പിക്കൽ, ആവർത്തിച്ച് ഞാൻ പറയാണ്, ആ ഉറപ്പിക്കലാണ് നമുക്ക് അനിവാര്യമായിട്ടുള്ളത്. മൂസാ നബിയുടെ അടുക്കൽ ഒരു പെണ്ണ് വന്നു. മൂസാ നബിയെ, ഇന്നി അഖീം, ഞാനൊരു മച്ചിയായ പെണ്ണാണ്, എനിക്ക് കുഞ്ഞില്ല. അങ്ങ് അള്ളാഹുവിനോട് സംസാരിക്കുന്നയാളാണല്ലോ, റബ്ബിനോട് പറഞ്ഞിട്ട് എനിക്കൊരു കുഞ്ഞിനെ തരാൻ ദുആ ചെയ്യണം. ഒരു സ്വാലിഹായ പെണ്ണാണ്.
അള്ളാഹുവിനോട് മൂസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, റബ്ബേ ഈ പെണ്ണിന് നീ കുഞ്ഞിനെ നൽകണമേ, സന്താനത്തെ നൽകണമേ. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹു തആല ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു, മൂസാ നബിയെ എങ്ങനെയാണ് ഞാൻ കുഞ്ഞിനെ നൽകുക? കാരണം ഞാൻ ആ പെണ്ണിനെ കുറിച്ച് തീരുമാനിച്ചിട്ടുള്ളത് അന്നഹാ അഖീം, അവൾ മച്ചിയാണ്, അവൾക്ക് കുഞ്ഞുണ്ടാവില്ല എന്നതാണ് എന്റെ തീരുമാനം എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനോട് രണ്ടാമതും പെണ്ണ് പറഞ്ഞു. അള്ളാനോട് പറഞ്ഞപ്പോ അള്ള വീണ്ടും ഇങ്ങനെ മറുപടി പറഞ്ഞു. മൂന്നാമതും പറഞ്ഞു, രക്ഷയില്ല. പിന്നെ ഒരിക്കൽ മൂസാ നബിയുടെ അടുക്കലേക്ക് ഈ പെണ്ണ് കടന്നു വരുമ്പോ ആ പെണ്ണ് ഗർഭിണിയായിരുന്നു. അള്ളാനോട് ചോദിച്ചു, റബ്ബേ നീ എന്താണ് എന്നോട് പറഞ്ഞിരുന്നല്ലോ മച്ചിയാണ് ഈ പെണ്ണെന്ന്, എന്നിട്ടെന്തേ ഇപ്പോൾ ഗർഭിണിയായിരിക്കുന്നു? അല്ലാഹുവേ എന്താണ് ഇതിന്റെ കാരണം? അല്ലാഹു മൂസാ നബിയോട് പറയുകയാണ്, മൂസാ എപ്പോഴൊക്കെ ഞാൻ ആ പെണ്ണ് മച്ചിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ, അതെപ്പോഴൊക്കെ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നോ, ആ പെണ്ണ് എന്നെ വിളിച്ചു, മൂസാ യാ റഹീം കുല്ലമാ അന കതബ്തുഹു അന്നഹാ അഖീമുൻ, ഞാൻ എപ്പോഴൊക്കെ അവൾ അഖീമാണെന്ന് രേഖപ്പെടുത്തിയോ അപ്പോഴൊക്കെ അവൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് യാ റഹീം യാ റഹീം. അവളുടെ ഹൃദയത്തിന്റെ വിശുദ്ധി കൊണ്ട്, ആ ഹൃദയത്തിന്റെ ശക്തി കൊണ്ട് ഞാനിതാ അവൾക്ക് കുഞ്ഞിനെ നൽകുകയാണ്. വസബഖത് റഹ്മതീ ഖുദ്റതീ, എന്റെ തീരുമാനത്തെ, എന്റെ കാരുണ്യം അവൾക്ക് വേണ്ടി മാറ്റിയതാണെന്ന് ഹബീബായ ബഹുമാനപ്പെട്ട സയ്യിദുന മൂസാ നബിയോട് അല്ലാഹു പറയുകയാണ്. മനസ്സിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. നമ്മളൊക്കെ വാഴ്ന്നു കേൾക്കുമ്പോഴും ഇതുപോലുള്ള സദസ്സിലിരിക്കുമ്പോഴും ഒക്കെ നമ്മൾ വിചാരിക്കുന്ന കാര്യം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് മരിക്കാൻ എനിക്ക് സാധ്യമാവണം, എനിക്ക് കഴിയണം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കാറുണ്ടോ? വളരെ ഗൗരവത്തോടെ ഈ വാക്യത്തെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും നമുക്കിടയിൽ ചർച്ചയാണ്. നോമ്പ്, അതിനെക്കുറിച്ചൊരു വാഴ് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ വേണമെങ്കിൽ എനിക്ക് ഇങ്ങോട്ടൊരു വാഴ് പറഞ്ഞു തരും. കാരണം കേട്ട് 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 അത്രയും കാര്യങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിസ്കാരവും സക്കാത്തും ഹജ്ജും എല്ലാം, എല്ലാ നിസ്സാരമായ വാക്യങ്ങളിൽ വരെ, ദുആകളിൽ വരെ, ഇത് സംഭവം നമ്മുടെ ഇടയിൽ എല്ലാ വിഷയങ്ങളുമായും ബന്ധപ്പെട്ടതാണെങ്കിലും ഇതൊരു വിശാലമായ ഓർമ്മയായി, ഇതൊരടിസ്ഥാന വിശ്വാസമായി. അല്ലാഹുവേ മല്ലാദ ബിൽ മലിക്കിൽ ജലീലി കഫാഹു, അല്ലാഹുവേ നിന്റെ അടുക്കലേക്കാണ് ഞങ്ങൾ വരുന്നത്. നീയല്ലാതെ ഞങ്ങൾക്കൊരു റബ്ബില്ല അല്ലാ, നീയല്ലാതെ ഒരാളെയും ഞങ്ങൾ ആരാധിക്കുന്നില്ല റബ്ബേ. ലുദ്ബിൽ ഇലാഹി വലാ തലുദ് ബിസിവാഹു മല്ലാദ ബിൽ മലിക്കിൽ ജലീലി കഫാഹു. അല്ലാഹുവേ നിന്നിലാണ് ഞങ്ങൾ അഭയം പ്രാപിക്കുന്നത് റബ്ബേ, നീയല്ലാതെ ഒരാളും ഞങ്ങൾക്കില്ല റബ്ബേ. എല്ലാം നൽകിയവൻ നീയാണ്, നിന്നെ കുറിച്ച് ആലോചിക്കാനുള്ള ഹൃദയം പോലും നൽകിയത് അല്ലാഹുവേ നീയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീയല്ലാതെ ഒരാളെയും ഞങ്ങൾ ആരാധിക്കുന്നില്ല. ഞങ്ങളുടെ മനസ്സിന്റെ വസന്തമാണ് റബ്ബേ നിന്റെ വിചാരം, ഞങ്ങളുടെ ഹൃദയത്തിന്റെ വെളിച്ചമാണ് അല്ലാഹുവേ നിന്റെ ഓർമ്മ. യാ ഹയ്യു യാ ഖയ്യൂം യാ മൻ കുല്ലമാ നദാഹു മുൽതറുൻ അജാബ ദുആഹു. ആ അല്ലാഹു തആല എല്ലാം നമുക്ക് നൽകി അല്ലാഹു തആല അവനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ആ സ്നേഹത്തിന്റെ വിശാലതയിലേക്ക് ലയിച്ചു ചേരാൻ നമുക്ക് സാധ്യമാകണം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അല്ലാഹുവിനെ സ്നേഹിക്കാൻ, അല്ലാഹുവിലേക്ക് അടുക്കാൻ, അല്ലാഹുവിനെ ഭയക്കാൻ, അല്ലാഹുവിൽ പ്രതീക്ഷിക്കാൻ, എല്ലാറ്റിനും നമുക്കുള്ള വാക്യമാണ്
ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇസ്ലാം കാര്യങ്ങളിൽ ഒന്ന് ഷഹാദത്താണ്. ഈമാൻ കാര്യങ്ങളിൽ ഒന്ന് അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇതില്ലാത്ത ഒന്ന് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അള്ളാഹുവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ശക്തമായ വിശ്വാസം ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി വൽ മുഅ്മിനൂന കുല്ലുൻ ആമന ബില്ലാഹ്. ആമനർ റസൂൽ പരിശുദ്ധമായ സൂറത്തുൽ ബഖറയുടെ അവസാനം. ഇൻഷാ അല്ലാഹ് റമളാനാണല്ലോ, ഇതൊക്കെ നിരന്തരമായിട്ട് ഓതിക്കൊണ്ടേയിരിക്കണം. ആമനർ റസൂൽ സൂറത്തുൽ ബഖറ തന്നെ ഖുർആനിന്റെ ഏറ്റവും ശക്തമായ ഒരു സൂറത്താണ്, ഏറ്റവും വലിയ സൂറത്താണ്. ഓതുക സഹോദരിമാരെ, ഞാൻ സാന്ദർഭികമായിട്ട് പറയുകയാണ്, ഈ ഖുർആൻ റമളാനിൽ നിരന്തരമായിട്ട് ഓതുക. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഏറ്റവും വലിയ നിദർശനം, അതിന്റെ പ്രതീകം അതുണ്ടെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഈ പരിശുദ്ധ ഖുർആനാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുകയല്ല, ഓതിക്കൊണ്ടിരിക്കുക. ആമനർ റസൂൽ, അല്ലാഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ വിശ്വസിച്ചിരിക്കുന്നു. ബിമാ ഉൻസില ഇലൈഹി, അല്ലാഹുവിന്റെ റസൂലിലേക്ക് ഇറങ്ങിയിട്ടുള്ള വിശുദ്ധ വചനങ്ങളെ കുറിച്ച് അവിടുന്ന് വിശ്വസിച്ചിരിക്കുന്നു. വൽ മുഅ്മിനൂന കുല്ലുൻ ആമന ബില്ലാഹ്, എല്ലാ വിശ്വാസികളും അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരാണ്. എല്ലാ വിശ്വാസികളും അതവർക്ക് വരുത്തിയ മാറ്റങ്ങൾ എല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാറ്റങ്ങളാണ്. റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ, നബിയുടെ ജീവിതത്തിന്റെ വിശാലമായ കാഴ്ചപ്പാടുകൾ എല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് വരുത്തിയ മാറ്റങ്ങളാണ്. നോക്കിയാൽ തന്നെ പേടിയാകുമായിരുന്ന, ഒരിക്കലും നബിയെ ഇഷ്ടമല്ലാതിരുന്ന സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഏറ്റവും വലിയ മാറ്റം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വരുത്തിയ മാറ്റങ്ങളാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് ഈ ഒരു മാതൃക, പ്രിയപ്പെട്ടവരെ, എങ്ങനെ നമുക്ക് കിട്ടാനാണ്? എന്തെല്ലാം മാതൃകകൾ! എല്ലാറ്റിന്റെയും ഉത്തരമൊന്നാണ്, അവർ ഈ വചനത്തെ മനസ്സോട് ചേർത്തിരുന്നു. അവ്വലുമൻ ആമന ബി അബൂബക്കർ, അവ്വലുമൻ ആമന ബി അബൂബക്കർ, അവ്വലുമൻ സ്വദ്ദഖനി അബൂബക്കർ. എന്നെ ആദ്യമായി വിശ്വസിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഇതിനു വേണ്ടി എന്തും ചെയ്യും. ഇത് തന്നെ മനസ്സിൽ എപ്പോഴും അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ നിന്ന് ഈ സത്യസാക്ഷ്യത്തിന് വേണ്ടി അധ്വാനിക്കും.